മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഗുരുതര ആരോപണവുമായി സുജാത ഭട്ടിന്റെ അഭിഭാഷകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എസ്ഐടി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നതാണ് ആരോപണം. മൃതദേഹം കുഴിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ക്ഷേത്രഭൂമിയായ ബാഹുബലിക്കുന്നിൽ 10 അടിയോളം മണ്ണും മറ്റു വസ്തുക്കളും നിക്ഷേപിച്ചു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അഭിഭാഷകൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. വൈകാരിക തലത്തിൽ പ്രതികരണം ഉണ്ടായേക്കാവുന്ന സ്ഥലത്ത് തിടുക്കത്തിൽ എന്തിന് പരിശോധന നടത്തിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം ഇന്ന് എസ്ഐടിയുടെ പരിശോധന ഉണ്ടാകില്ല. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതൊരിക്കലും നിസ്സാരമല്ല, വളരെ ഗുരുതരമായിരിക്കുന്ന ഒരാരോപണം. തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ തുടരന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ, ആരൊക്കെയോ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അനുസരി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ സ്ഥലത്ത് വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചേക്കാവുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ മണ്ണും അതുപോലെ തന്നെ വസ്തുക്കളും നിക്ഷേപിച്ചു എന്ന ഒരു ചോദ്യമാണ് അഭിഭാഷകർ ഉന്നയിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണ്ണും മറ്റു വസ്തുക്കളും നിക്ഷേപിച്ചു എന്ന് തന്നെയാണ്. ഇവിടെ നവവധൂവരന്മാരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്ന വളരെ നിർണായകമായ ഒരു മൊഴിയാണ് ഈ സാക്ഷിയുടേതുള്ളത്. അത്തരമൊരു സ്ഥലത്ത് ഈ തെളിവ് നശിപ്പിക്കുന്നതോടുകൂടി ഈ കേസിന്റെ ഗതി തന്നെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് എന്തിനാണ് തിടുക്കത്തിൽ പരിശോധന നടത്തിയെന്ന എസ്ഐടിയുടെ പരിശോധന നടത്തിയെന്ന ഒരു ചോദ്യവും അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് ക്ഷേത്രഭൂമിയാണ്. ഈ ക്ഷേത്രഭൂമിക്കകത്ത് പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും വൈകാരിക തലത്തിലുള്ള പ്രതികരണം ഉണ്ടായേക്കാം. അത് എസ്ഐടിയുടെ അന്വേഷണത്തെ തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഇടയാക്കും. എന്തായാലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായും അഭിഭാഷകർ ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ പരിശോധന ഉണ്ടാകില്ല, ഇനി തിങ്കളാഴ്ചയായിരിക്കും പരിശോധന. ഒരുപക്ഷെ ഈ ക്ഷേത്രഭൂമി കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ പരിശോധന നടക്കുക. അതല്ലെങ്കിൽ ഈ വനഭൂമിയോട് ചേർന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം, അവിടെ ഒരുപക്ഷെ പരിശോധന നടത്തിയേക്കാം. എന്തായാലും ഇനി തിങ്കളാഴ്ച മാത്രമേ ധർമ്മസ്ഥലയിൽ പരിശോധന ഉണ്ടാകൂ. അനുശ്രീ, ശരി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഗുരുതര ആരോപണം ഉണ്ടായിരിക്കുകയാണ്. എസ്ഐടി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്നാണ് ആരോപണം നടന്നിരിക്കുന്നത്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.